നമുക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായം നോക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം. ആദ്യം ഞാൻ 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം. ഇതവൻ വിശ്വാസികളോട് പറയുന്നതാണ്: എൻ്റെ കുഞ്ഞുങ്ങളെ. 1 യോഹന്നാൻ 2:28. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. അവൻ്റെ സന്നിധിയിൽ നിന്ന് ലജ്ജിച്ച് പിന്മാറുന്ന കൂട്ടത്തിലാകരുത്. അവൻ വരുമ്പം. കുഞ്ഞുങ്ങളെ എന്നവൻ പറയുന്നത് വിശ്വാസികളെ കുറിച്ചാണ്. അവൻ വിശ്വാസികളോട് പറയുകയാണ്: എൻ്റെ പ്രിയപ്പെട്ട സഹോദരീസന്മാരെ, വിശ്വാസികളുടെ ഇടയിൽ, ഈ CFCയിലിരിക്കുന്ന വിശ്വാസികളായ നിങ്ങളുടെ ഇടയിൽ 2 കൂട്ടം ആളുകളുണ്ടായിരിക്കും. എല്ലാവരും വിശ്വാസികളാണ്, എന്നാൽ 2 കൂട്ടരുണ്ട്. കർത്താവ് ഇപ്പം പ്രത്യക്ഷനായാൽ നിങ്ങളിൽ ചിലർക്ക് ധൈര്യമുണ്ടായിരിക്കും. അതേ കർത്താവെ, അങ്ങ് വരുന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങൾ അങ്ങേക്കായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ നിത്യമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും. എന്നാൽ CFCയിലിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർക്ക് ലജ്ജയുണ്ടാവും. അവർ പറയും: കർത്താവെ, ഇപ്പോൾ വരരുത്, നിരപ്പ് പ്രാപിക്കേണ്ട പല കാര്യങ്ങളും എനിക്കുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഭാര്യയോട് കോപിച്ചു, ഞാൻ ക്ഷമ ചോദിച്ചില്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ കോപിച്ചു, ഞാൻ ക്ഷമ ചോദിച്ചില്ല. കർത്താവെ, ഇപ്പോൾ വരരുത്, ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഞാൻ തെറ്റായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കർത്താവ്, ഞാൻ മേടിച്ച ആ കടം ഇതുവരെയും തിരിച്ചു കൊടുത്തില്ല. കർത്താവെ, 2-3 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി. കർത്താവ് കാത്തിരിക്കില്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ 2 കൂട്ടം വിശ്വാസികളുണ്ടായിരിക്കും. ചിലർക്ക് ധൈര്യമുണ്ടായിരിക്കും: കർത്താവെ, അവിടുന്ന് വേഗം വരണേ. എന്നാൽ ചിലർ ലജ്ജ കൊണ്ട് പിന്മാറിപ്പോകും. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണെന്ന്? അവരന്വേഷിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ അംഗീകാരമല്ല. CFCയിൽ നമ്മൾ ആളുകളെ ഒരുക്കുകയാണ്, കർത്താവ് മടങ്ങി വരുമ്പം അവനോട് കൂടെ എടുക്കപ്പെടാനായിട്ട്. ഇവിടെ പറയുന്ന സന്ദേശങ്ങൾ ആ ദിവസത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ്. നിങ്ങൾ മറ്റ് സഭകളിൽ പോയാൽ അവർക്ക് നിങ്ങളുടെ പണം മതി. കർത്താവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെ തയ്യാറാവുമെന്ന് അവർ നിങ്ങളോട് പറയത്തില്ല. എന്നാൽ നീതിയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കണം. 1 യോഹന്നാൻ 2:29 വാക്യം. യേശു നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് വീണ്ടും ജനിച്ചത്, ആരാണ് വീണ്ടും ജനിക്കാത്തത്. നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശു നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നീതി ചെയ്യുന്ന ഓരോരുത്തരും അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. പാപത്തോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവൻ വീണ്ടും ജനിച്ചവനാണ് ചിന്തിച്ച് അവനെ വഞ്ചിക്കുകയാണ്. അവൻ വീണ്ടും ജനിച്ചവനല്ല. ഞാൻ പറയുന്നത് യാദൃച്ഛികമായിട്ട് പാപത്തിൽ വീണ ഒരാളെ പറ്റിയല്ല, അതിൽ തന്നെ വസിക്കുന്നവരെ പറ്റിയാണ്. പിന്നെയും 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 അവനത് ബോധ്യമാകുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. അവൻ ദൈവത്തോടോ മനുഷ്യനോടോ ക്ഷമ ചോദിക്കുന്നില്ല. ഇതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്: നാം ഇപ്പോൾ ദൈവമക്കളാകും, കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. എന്നാൽ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല നാം എന്താകുമെന്നുള്ളത്. എന്നാൽ നമുക്കറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശരാകും എന്ന് നമുക്കറിയാം. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അവൻ ഇരിക്കുന്ന പോലെ നാം അവനെ കാണും. അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ഈ പ്രത്യാശ ഉള്ളവനൊക്കെ. എന്താണ് ആ പ്രത്യാശ? നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആകുമെന്നുള്ളത്. 2-ാം വാക്യത്തിൽ അങ്ങനെയുള്ളവൻ നിരന്തരമായിട്ട് തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും, കർത്താവിൻ്റെ ആ വിശുദ്ധിയുടെ ആ നിലവാരത്തിൽ എത്തുന്നത് വരെ. അതാണ് നമ്മൾ CFC പ്രസംഗിക്കുന്നത്. നിരന്തരം നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുക. നിങ്ങളത് നിർത്തേണ്ടത് നിങ്ങൾ 100% യേശുവിനെ പോലെ ആകുമ്പോഴാണ്. അതവൻ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്താ? പേരിന് മാത്രം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചേ: സഹോദര, എന്താണ് നിന്റെ പ്രത്യാശ? അവർ പറയും, യേശുക്രിസ്തു മടങ്ങി വരും, അന്ന് ഞാൻ അവനോടൊപ്പം ആയിരിക്കും. ആ പ്രത്യാശയെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? എൻ്റെ പ്രത്യാശ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, എൻ്റെ പ്രത്യാശ കർത്താവ് മടങ്ങി വരും, ഞാൻ അവനെ കാണും. അല്ല. എൻ്റെ പ്രത്യാശ 2-ാം വാക്യം, ഞാൻ അവനോട് സദൃശനാകും. അവൻ വരുമ്പോൾ അവനെ കാണുമെന്നല്ല, ഞാൻ അവനോട് സദൃശനാകും.
അവനെ കാണുമ്പോൾ അതാണ് എൻ്റെ പ്രത്യാശ. ഞാൻ പാപത്തിൽ തോക്കുന്നവനാണെങ്കിൽ അവനെ കണ്ടിട്ട് എന്താ കാര്യം? അവനെ പോലെ ആകാൻ ആഗ്രഹമില്ലെങ്കിൽ നിത്യത മുഴുവനും ഞാൻ യേശുവിനോട് സദൃശനായിരിക്കും. അതാണ് എൻ്റെ പ്രത്യാശ. അവിടെ എൻ്റെ ജീവിതം സുഖകരമായിരിക്കുമെന്നോ പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതിനുവേണ്ടിയാണ് CFCയിലുള്ള ആളുകളെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വർഗത്തിൽ പോവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ സഭയിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. അല്ല, മറ്റേതെങ്കിലും ഒരു സഭ കണ്ടുപിടിക്കുക. എങ്ങനെ സ്വർഗത്തിൽ പോകാമെന്ന് പ്രസംഗിക്കുന്ന ഒത്തിരി സഭകളുണ്ട്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹാനോക്കിനെ പോലെ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവ് മടങ്ങി വരുമ്പോൾ അവനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ മുന്നേറുന്നവനാണെങ്കിൽ നമ്മുടെ ഈ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, സഹോദരൻ സാക്രഡ്, നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പൂർണ്ണതയുള്ളവരാണെന്നാണ്. ഞാൻ പറയുക അല്ല. എന്താണ് ഞങ്ങളുടെ പ്രസംഗപീഠത്തിൽ എഴുതിയിരിക്കുന്നത്? ഞങ്ങളുടെ പ്രസംഗപീഠത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാമെന്നാണ്. ഈ ഓട്ടം നമ്മൾ ഓടി തീർന്നിട്ടില്ല, ഇത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ആ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടില്ല. പൂർണ്ണതയെക്കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പൂർണ്ണരാണെന്ന്. ഞങ്ങൾ പൂർണ്ണരാണെന്ന് ചിന്തിക്കുന്നില്ല. പൂർണ്ണതയിൽ നിന്ന് വളരെ ദൂരെയാണ്, എന്നാൽ ഞങ്ങൾ ആ ഓട്ടം ഓടുകയാണ് യേശുക്രിസ്തുവിനെ പോലെ ആകാനുള്ള ആഗ്രഹത്തിൽ. അങ്ങനെ ഞങ്ങളുടെ സ്വർഗീയ പിതാവിന് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ്, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഞാൻ ദൈവത്തിന് മുമ്പാകെ കരഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് എന്നെക്കുറിച്ച് അങ്ങേക്ക് പറയാൻ കഴിയുമോ? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. എനിക്ക് സ്വർഗത്തിലോ ഭൂമിയിലോ ഇതല്ലാതെ മറ്റൊന്നും വേണ്ട. നീ എന്നെ പ്രസാദിച്ചിരിക്കുന്ന എന്നെക്കുറിച്ച് പറയുന്ന ഒഴികെ ഈ ഭൂമിയിൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിത്യതയിലും കൊട്ടാരമോ കിരീടമോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങ് എന്നെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രം മതി. യേശുവിനെ കുറിച്ച് അങ്ങ് ഇപ്രകാരം പറഞ്ഞിരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെന്നെപ്പറ്റി അങ്ങ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്തും ഒരു കാര്യം നീ എന്നോട് വിട്ടുകളയാൻ പറഞ്ഞു, അത് പാപകരമല്ലെങ്കിൽ, അതെൻ്റെ ആത്മീയ പുരോഗതിയെ തടയുന്നതാണെങ്കിൽ ഞാനത് വിട്ടുകളയും. എൻ്റെ പണം വൃഥാ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പണവും എൻ്റെ സമയവും ചെലവഴിക്കുന്നതിൽ വിശ്വസ്തനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങയെ പ്രസാദിക്കണം. മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോവുകയല്ല എൻ്റെ താല്പര്യം. ചിന്തിക്കുക സഹോദരന്മാരെ, നിങ്ങളുടെ കാര്യത്തിൽ ഇതെങ്ങനെയാണ്?